നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് NRIസിന് ഇന്ത്യയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ടാക്സ് കൊടുക്കാതെ, അതേപോലെ തന്നെ ഡോളറിൽ കൂടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇന്ത്യയിൽ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെന്യൂ നമുക്കുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് തുടങ്ങിയതാണ്. ഗുജറാത്തിലാണ് ഗിഫ്റ്റ് സിറ്റി ഉള്ളത്. ശരിക്കും ഇന്ത്യയിലത്തെ ഒരു ഫ്രീ സോണായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഹൈലി റെഗുലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുറമേ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 11 ഡിഫറെൻറ്റ് കറൻസിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ദർഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോറിൻ രാജ്യങ്ങളിലും നമുക്ക് US ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഫണ്ടുകൾ തിരഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് സിറ്റി കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്നാണ് ഇതൊരു വലിയ സിറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെയൊക്കെ നമുക്ക് ഓഫീസുകൾ തുടങ്ങാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, ആദിത്യ ബിർള പോലത്തെ, മിറാസെറ്റ് പോലത്തെ, HDFC പോലത്തെ, ഇവരൊക്കെ അവിടെ ലൈസൻസ് എടുത്തിട്ട് ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇവർ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് AIF ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മോഡലിൽ കൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും. അതുപോലെ തന്നെ ഈവൻ ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും. ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്? നമ്മൾക്ക് ഇന്ത്യയിലത്തെ ടാക്സ് കൊടുക്കണ്ട, നോ ടാക്സ്. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫോറിൻ കറൻസിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പല NRIസിനുള്ളൊരു വിഷമമാണ് ഇവിടുത്തെ കറൻസി ഡിപ്രീസിയേഷൻ എന്നെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. നമ്മൾ ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇപ്പോൾ USDയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻവെസ്റ്റ്മെൻറ്റാണ് എനിക്ക് വേണ്ടത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ USDയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇൻ്റർനാഷണൽ ഫണ്ടുകളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് USDയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റാണ് വേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓടിച്ചാടി ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും ഭേദം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ ഫണ്ടിൻ്റെ സ്ട്രക്ചർ എന്താണോ, ഇതാണോ ഞാൻ ശരിക്കും നോക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് വിൽക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ടാക്സ് വരുന്നത് അതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. എന്നിട്ട് ഏത് കറൻസിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗുണം വെച്ചാൽ നമ്മൾ ഫോറിൻ രാജ്യത്തിരുന്ന് നമ്മൾ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടേക്ക് തന്നെ ഈ പൈസ കൊണ്ടുവരണം. അപ്പോൾ ഇന്ത്യൻ ബാങ്കിലേക്ക് ഈ പൈസ വരുന്നില്ല. അപ്പോൾ ഇവിടെ ടാക്സിൻ്റെ ഒരു കംപ്ലയിൻസ് ഇല്ല. ഈവൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് വേണമെന്ന് വെച്ചാൽ ഇവിടെ പാൻ കാർഡ് പോലും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഒന്ന് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി വേണം. അതിന് പാസ്പോർട്ട് മതി ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പാസ്പോർട്ട്, പിന്നെ അവിടുത്തെ ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ഏതെങ്കിലും മതി. ഇനി അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ മതി. ഇതേപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് വേണം. ഇതിനും പാസ്പോർട്ട് മതി. അതേമാതിരി അവിടുത്തെ യൂട്ടിലിറ്റി ബില്ല് അതൊക്കെ മതി. അതേപോലെ തന്നെ ബാങ്ക് പ്രൂഫ്, അത് ക്യാൻസൽ ചെക്കോ അങ്ങനത്തെ അവിടുത്തെ ഏതാണോ ബാങ്ക് അതിൻ്റെ പ്രൂഫ് വേണം. ഇതാണ് ബേസിക്കായിട്ട് വേണ്ട ഡോക്യുമെൻ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ അകത്ത് എന്ത് പ്രൊഡക്റ്റിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇത്തിരി ചിലപ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്റർക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ എന്താണെന്ന് അത് മനസ്സിലാക്കണം. ചിലപ്പോൾ അതിൽ ഇന്ത്യൻ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഏത് ഫണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് പറ്റിയതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഫോറിൻ രാജ്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ രാജ്യങ്ങൾ ഏതാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഏതൊക്കെ തരം കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു HNI ഗ്രൂപ്പിന്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന് പറ്റിയതാണ്. അപ്പോൾ ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു $130,000 അതാണ് USD. ഇതാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ മണി ഏകദേശം 1 കോടിക്ക് മേലെ, ഏകദേശം 1.25 കോടിക്ക് അടുത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി വരും. ഇതാണ് നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി HNIs ഒക്കെ നമുക്കുണ്ട്.
അങ്ങനത്തെ ആൾക്കാർക്ക് ശരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതേപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ദുബായിൽ ഉള്ള UAE-യിലുള്ള NRIസിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ടാക്സ് എങ്ങനെ കുറയ്ക്കണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ദുബായ്ക്കാർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആലോചിക്കുക ഇത് ശരിക്കും എനിക്ക് വേണം. പക്ഷേ ഇനി ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കൂടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് നല്ലതാവണമെന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി ആയിരിക്കണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിക്കാം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ടീം മെമ്പേഴ്സ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതല്ല വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് അസ്. താങ്ക് യു സോ മച്ച്.